IPL-ന്റെ വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകാൻ മലയാളികളും എത്തുന്നു എന്നത് ഏറ്റവും പ്രത്യേക കാര്യമാണ്. തൃശ്ശൂരിൽ നിന്നുള്ളൊരു കഥകളി സംഘം ഇപ്പോൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അവരും ഈ കഥകളി കലാകാരന്മാർ ചടങ്ങിന്റെ ഭാഗമാകുമെന്നാണ് അനിൽ വാസുദേവ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. IPL ഉദ്ഘാടന ചടങ്ങിൽ മലയാളി സാന്നിധ്യവുമുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള കഥകളി കലാകാരന്മാരാണ് ഉദ്ഘാടന ചടങ്ങിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ കലാമണ്ഡലം സുകുമാരൻ ചേരുന്നു. IPL പോലെ വലിയൊരു പരിപാടിയുടെ ഭാഗമാവാൻ സാധിക്കുന്നു, അതും മലയാളികളുടെ ഒരു പങ്ക് കൂടിയുണ്ട്. നന്ദി, നമസ്കാരം. ഞാൻ കലാമണ്ഡലം സുകുമാരൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര സ്വദേശിയാണ്. നമ്മൾ പയ്യന്നൂർ ഫോക്ക്ലാൻഡ് പറഞ്ഞ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. വലിയൊരു വേദിയാണ്. കാരണം രണ്ട് തരത്തിലാണ് നമ്മൾ കഥകളി എന്നുള്ളതിൻ്റെ ഒരു ട്രഡീഷണൽ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഒപ്പം തന്നെ ഈ കഥകളിയെ വേൾഡ് വൈഡായിട്ട് അറിയുമെങ്കിലും ഒരു സാന്നിധ്യം, ഞങ്ങളുടെ കഥകളിയുടെ സാന്നിധ്യം വരുത്താൻ ഇതിൻ്റെ സംഘാടകർ ശ്രമിച്ചു. അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ നല്ലൊരു രീതിയിൽ തന്നെയാണ് നമുക്കുള്ള അവസരം ഇവിടെ തന്നിക്കുന്നത്. അല്ലാതെ ഒരു വളരെ മോശം അല്ലെങ്കിൽ കഥകളിയെ വേറെ രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ നിന്നല്ല, വളരെ നല്ലൊരു രീതിയിൽ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ അവർ ഒരുക്കി തന്നിക്കുന്നതും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ട അന്തരീക്ഷങ്ങളൊക്കെ ഒരുക്കുന്നു. ഇവിടെ അവതരിപ്പിക്കുന്ന പരിപാടിയും ഈ കഥകളിക്കൊരു നല്ല നിലവാരം ഉള്ള നിലയ്ക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷവാനാണ്. ആദ്യമായിട്ടാണോ IPL-ന്റെ ഭാഗമാകുന്നത്, അതോ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അവസരം കിട്ടിയത്? ഇൻഡിവിജ്വലായിട്ട് ഞാൻ IPL-ന്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു തുടങ്ങിയ കാലത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മൾ ഒരു ഫോക്ക്ലാൻഡ് പയ്യന്നൂർ പറയും സ്ഥാപനമുണ്ട്. അപ്പോൾ അവരുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ഇത് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല അന്തരീക്ഷമാണ് നമുക്ക് ഉള്ളതൊക്കെ. എത്ര മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു അവതരണമായിരിക്കും നമ്മുടെ? ഒരു മണിക്കൂറോളം വരുന്നുണ്ട്. ഓപ്പണിംഗ് സെറമണി വലിയൊരു ഇന്ത്യയിലെ മൊത്തം വലിയൊരു ക്രൂ ആണ് വർക്ക് ചെയ്യുന്നത്. അതിൽ നമ്മൾ മലയാളികളായിട്ട് നമ്മളാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ എൻ്റെ നേതൃത്വത്തിൽ ഒരു 22ഓളം കലാകാരന്മാർ ഞങ്ങളിവിടെ 15-ാം തീയതി മുതൽ ഇവിടെ താമസിക്കുന്നുണ്ട്. 15-ാം തീയതി മുതൽ ഇവിടെ താമസിക്കുകയാണ്. ഏകദേശം പരിശീലനമെല്ലാം ഗംഭീരമായി പൂർത്തിയാക്കി. പിന്നെന്താ, നല്ല രീതിയിൽ തന്നെയായിരുന്നു. അത് അവരും വേണ്ട നല്ല സഹകരണമായിരുന്നു. നമുക്ക് താമസമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ യാത്ര എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് കണ്ടില്ല, ഇപ്പോൾ AC എല്ലാ സൗകര്യമാണ് അവർ ചെയ്യുന്നത്. നല്ല പരിഗണന. കഥകളി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ളൊരു പരിഗണനയാണ് തന്നത്. അത് കഥകളിയുടെ വലിയൊരു കലാകാരന്മാർ ഉണ്ടാക്കി തന്ന ഒരു അവസരമാണ്. ഞങ്ങളതിൻ്റെ ഇത് അനുഭവിക്കുന്നത് മാത്രം. അതുകൊണ്ട് കഥകളിയോട് നന്ദിയുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. എന്തായാലും മലയാളിയില്ലാതെ എന്ത് പരിപാടി എന്ന് ചോദിക്കുന്ന പോലെയാണ്. അങ്ങനെ IPL ഉദ്ഘാടന ചടങ്ങിൽ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ സാന്നിധ്യവും ഉണ്ടാവും. അത് ഉറപ്പാക്കുന്ന തരത്തിൽ കഥകളിയാണ്. അതിലൂടെ എല്ലാ ആരാധകരെയും സന്തോഷിപ്പിക്കാനും അവരുടെയൊക്കെ കയ്യടി വാങ്ങാനും ഉള്ള ഒരുക്കത്തിലാണ് ഈ കലാകാരന്മാർ. ചെന്നൈ ചെക്ക് പോസ്റ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീകാന്തിനൊപ്പം അനിൽ വാസുദേവ്, 24.